ഞങ്ങൾ ട്രിപ്പിന് പോകാൻ വേണ്ടി വന്നിരിക്കുന്നു ഗൈസ്. പിന്നെ പൊളിക്കും പൊളിച്ചടുക്കും. വീഡിയോ അങ്ങനെ മൂഞ്ചി ഇതൊന്നും എല്ലാരും ഫ്രണ്ട് കയറിയിരിക്കുന്നേ. ഏത് മൂട്? ഞാൻ ഇവിടെ ഇരിക്കട്ടെ. സാലിയാമ്മയുടെ അവിടെ വന്ന സാലിയാമ്മ ആണെങ്കിൽ ജാസ്റ്റിയുടെ മുഖത്ത് നോക്കി ചോദിക്കുക, എടാ ഇവരെല്ലാം കണ്ട് വൃത്തിയായിട്ട് വന്നു, നീ ഒരു മുഖത്തെങ്കിലും ഫേഷ്യൽ ചെയ്തിട്ട് വരല്ലോ. ഇന്നലെ ചെയ്തിട്ട് വന്നോ. ഇന്നലെ 1 മണിക്കൂർ കഷ്ടപ്പെട്ടതിന്റെ. ഇല്ലല്ലോ പോയി ബസ് പോയില്ല. ബസ് അവിടെ പോയിട്ടുണ്ട്. റൊട്ടേറ്റ് എത്ര 29 പേരെ ഉണ്ടോ? വലിയ നാടുകളെ വിളിച്ചിട്ട് 29 പേരെ ആരും വരാണ്ടോ? നിങ്ങളെ വലിയ പേര് ആര് പറഞ്ഞു? വിളിച്ചോ നീ? ഹർഷൻ കല്യാണത്തിനെ വരുന്നില്ലെന്ന് എന്നോട് പറഞ്ഞു. ജാസിറുള്ള ദേഷ്യം കാരണം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയതുകൊണ്ട് ഇതാണ്. ഓ നമ്മളിപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മളിപ്പോൾ ഹോട്ടലിൽ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോവാണ് ഗൈസ്. രണ്ട് ബുക്കാണ് ഫുൾ സൈസാണ്. വിഷയമാണ് ഗൈസ്. എല്ലാരും സെറ്റപ്പ് ലുക്ക് ആയിട്ടുണ്ട് ഗൈസ്. ഇതേ ഈ ചേച്ചി നമ്മുടെ കൂടെ ഇല്ലായിരുന്നല്ല. അയ്യോ ഓ ചേച്ചി എന്താണ് ഇവിടെ? ഓ വിഷയം നോട്ടീസ് കൊടുക്കണം. എല്ലാരും എങ്ങനെയാണ്? സെറ്റല്ലേ? വാം സാധനം പറഞ്ഞാ ഫ്രീ ആയിട്ട് വേണം തോണ്ടി മുതലേ. ഇതിന് കാശ് വേണ്ട, ഇത് ഫ്രീ ആണ്, ഒരാവശ്യമില്ല. നോട്ടീസ് കൊടുക്കാൻ പോലും പ്രയോജനമില്ല. പൂണി കഷ്ടപ്പെട്ട് ജോലിക്ക് പോയതൊക്കെ മേടിക്കാം. ഇത് കാണിക്കാം. എന്ത് ആരാണ്? ആരെ? ഞങ്ങൾ പല കാര്യങ്ങളും പറയും. പെണ്ണുങ്ങൾ എന്തിനാ ഇതൊക്കെ പറയും? അടുത്തൊരു പേര് മാറ്റി എത്ര പേരുടെ മുഖത്ത് ഇത് ഉള്ള കാര്യമില്ല. ഇല്ല, 2 കണ്ണും വീണ്ടും പേടി. എന്റെ കല്യാണം ഞങ്ങളെല്ലാം ഷെയർ ഇട്ട് അടിച്ചത്. എന്താ ഒരു മര്യാദ വേണം കേട്ടോ എല്ലാ കാര്യത്തിലും. അതിനെ വേണ്ട ഓടിയാന്നല്ലേ. പേരെന്തുവാ? പാർവതിയോ? ഞങ്ങള് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് നടക്കണം. ഇപ്പൊ വണ്ടി ഇപ്പൊ തിരിച്ചോണ്ടിരിക്കുകയാണ്. ഞങ്ങളാണെങ്കിൽ അമ്പലത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ പോയി ആങ്ങളാ പച്ച പച്ച മോന് വിഷയ സെറ്റപ്പിലാണ് പോകുന്നത്. താക്കോല് വിഷയം തിരക്കാണ്. കല്യാണം പ്രൊസീജർ വണ്ടി എവിടാ?
മദ്യം വാങ്ങാനായിട്ട് പോവുകയാണ്. അപ്പം മദ്യം ബിവറേജിൽ നിന്ന് വാങ്ങിച്ചു. ഫ്രീസ് എന്നാണ് സാധനത്തിന് കിണ്ണാച്ചി ബ്രാൻഡ് എന്നൊക്കെയാണ് പറയുന്നത്. വണ്ടി തിരിക്കുന്നു. ബാക്ക് ടു ദ കല്യാണ സ്റ്റേജ്. ഗ്ലാസ്, ടച്ചിങ്സ്, ഓൾറെഡി എവറിത്തിങ് ഈസ് എക്വിപ്ഡ് വിത്ത് ഇൻ ദിസ് കാർ. എല്ലാരും ഉണ്ട് ഗൈസ്, ഒന്നും പറയണ്ട, എല്ലാം തൂഫാനാണ്. ഫോട്ടോ എടുക്കാം. ഹർഷണ്ണൻ ആൻഡ് ഹർഷണ്ണന്റെ ഫാമിലി, മോന്, മോള്, ചേച്ചി. വിഷയം എല്ലാരും കിണ്ണം കാച്ചി ഫോട്ടോ. ഞാൻ പിണങ്ങി വീണ്ടും. നല്ലൊരു തീരുമാനത്തിലോട്ടാണ് പോകുന്നത്. നിതീഷ് വാ വാ. വിളിക്കുന്നു അമ്മമാരാണല്ലോ. വേണ്ട, മൈൻഡ് ചെയ്യണ്ട. ചോറ് കഴിച്ചിട്ടുണ്ട്, നമ്മൾ ഫോട്ടോ എടുക്കുന്നു. അണ്ണാ കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? വിഷയ സാധനമല്ലേ? കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അല്ലേ ഗൈസ്? ഇപ്പൊ നമ്മൾ നമ്മുടെ പരിപാടിയിലോട്ട് പോവാണ് ഗൈസ്. അടിപൊളിയായിട്ട് സെറ്റപ്പ് ആണ്. നമ്മളിങ്ങനെ എത്തി. അപ്പുറത്തുനിന്ന് എടുക്കാം. ഇപ്പൊ ഗൈസ് നമ്മള് നമ്മുടെ ട്രാവലറിൻ്റെ അതിഥി എല്ലാവരും ഇനി ഇവിടെ ഇരുന്നാണ് മദ്യപിക്കാൻ പോകുന്നത്. ഇനി ഫുൾ ഓഫ് ആൽക്കഹോളിക് വെതറിലോട്ടാണ് പോകുന്നത് ഗൈസ്. വണ്ടി ഓടിച്ചിട്ട് എങ്ങനെ വണ്ടി എങ്ങനെ ഓടിച്ചിട്ടെന്ന് വലിയ കുഴപ്പമില്ല. അങ്ങനെയാണല്ലോ ഉദ്ദേശിച്ചത്. നിങ്ങളെ കൊണ്ട് ഓടിച്ചിട്ട് നിങ്ങളെ സീറ്റ് ആയിരിക്കുമല്ലോ. പോയി, അവിടുന്ന് പോയി. കളിയാക്കുന്നതാണ്. നമ്മള് ഫ്രൂട്ട്സ് ഒന്നും കഴിക്കത്തില്ല. കല്യാണ പന്തലിരുന്ന അനാറ് വേണ്ട ഗൈസ്. ഞാനൊരു മുന്തിരി എടുത്തോളേ, അത് മൊത്തത്തിൽ എടുത്തേ ഉള്ളൂ. അതൊരു സ്കില്ല് വേണം. രാവോളം നിതീഷണ്ണനാണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ്. അല്ല മാം, മറ്റേ പച്ചയായിരുന്നു പറഞ്ഞത്. നിതീഷണ്ണന്റെ കാര്യം പറയുകയാണെങ്കിൽ നിതീഷണ്ണന്റെ നോക്ക് ഗൈസ്. തത്തിട്ടെ ഗൈസ്, ഇതിൻ്റെ അകത്ത് സത്യം ഇടും പറയാനുണ്ടല്ലോ, നിതീഷണ്ണാണ് പക്ക. കാരണം ഒന്നും വേണ്ട, അതെന്നെയാ പറഞ്ഞു. ഭയങ്കര വലിപ്പമായിരിക്കും. കറക്റ്റ് വീഡിയോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മറ്റേത് തന്നെ ഗൈസ്. എല്ലാരും ഉണ്ട്, ഹരിയാണൻ തൊട്ട് എല്ലാരും ഉണ്ട് ഗൈസ്. വിഷയം വീഡിയോഗ്രാഫർ അന്നാർ വേണ്ട. അതേ ഉള്ളു ഞങ്ങൾക്ക് പ്രശ്നം. അന്ന് പറഞ്ഞ കറക്റ്റ് എല്ലാം ഇട്ടോണ്ടിരിക്കല്ലേ മൈതാനി. ബിജുണ്ണ സിജോയെ ഇന്ന് വൈകിട്ടൊരു മുട്ടൻ അടിയുണ്ട് കേട്ടോ. ഞാൻ ഹർഷൻ തമ്മിൽ മുട്ടിഞ്ഞ ഫൈറ്റ് ഉണ്ടെന്ന്. ഹർഷണ അല്ല ചേ, എന്റെ ഐത്തണ്ണൻ ചേച്ചിയുടെ ആങ്ങളെയാണ് ഗൈസ്. കോസ്റ്റ്യൂം ഉണ്ടോ? അതുണ്ട്. എന്നെ എടുത്തോണ്ടിരിക്കുന്ന വീഡിയോ ഞാൻ കോസ്റ്റ്യൂം കാണിച്ചു കൊടുത്തില്ലേ? ആ, കറുത്ത പൂട മാത്രം ഗൈസ്. ഇതാണ് പക്ക വൈറ്റ്, നൈസായിട്ടുണ്ട്. നോക്കിയേ, മുമ്പടി ഗൈസ്. ഇത് ഇപ്പൊ വന്നു, വെള്ളം വന്നു, എൻ്റെ കൂടെ നെയ്യ് ഒഴിച്ചു. ഇനി എന്തൊക്കെ ഉണ്ടെന്ന് ആർക്കറിയാം. നമ്മുടെ ഗിരീഷാണ്. അതിനുണ്ടാകാനുള്ള സദ്യ അയ്യോ ആണ്, വ്ളോഗറാണ് ഗൈസ്. സാമ്പാർ, പൊടിച്ച പപ്പടം, ആശാന് ഗൈസ്.
ചോറ് കൊള്ളാൻ നൈസ് ഫുഡായിരുന്നു, രസമുണ്ടായിരുന്നു, നൈസായിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റപ്പ്. ചോറ് കഴിക്കും ഗിരീഷണ്ണൻ, സിജോച്ചാൻ, ഹർഷണ്ണൻ, ബിജു പി സി, സിബു. എൻ്റെ പൊന്നെ ചോറത് കഴിഞ്ഞില്ല, അതായത് ചോറ് കംപ്ലീറ്റ് ഇല്ല. ഇതൊരു മത്സരമാണോ? എൻ്റെ പൊന്നെ എൻ്റെ ബ്യൂട്ടി, എൻ്റെ ഹാൻസം ഗൈ ദിസ് സുന്ദരൻ, എൻ്റെ പൊന്നെ ആൻഡ് കെ പി. സത്യമായിട്ടും പറയട്ടെ, ഞാൻ പെരുപ്പാ ഗൈസ്, നൈസ് ആയിട്ടുണ്ട് ഗൈസ്. എന്നെ തന്നെ വേണോ? ഞാൻ കഴിക്കത്തില്ല പായസം. പായസം വേണോ ചേച്ചി? പായസം ഗൈസ് അവിടെ പ്രഥമനമായിട്ട് വേണ്ട ഇറങ്ങിയിട്ടുണ്ട്. വിഷയം ആണോ ബിജു പി സി? അണ്ണാ ഞങ്ങൾക്ക് ഇച്ചിരി ഹൈറ്റ് കൂടുതലാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അതൊന്നും ഇല്ല. ഇത് ഞാൻ കഴിച്ചല്ല, ഞാൻ 2 പഴം കഴിച്ചു കഴിഞ്ഞു ഓൾറെഡി. അതിനകത്ത് ഒരു പഴം വിളിച്ചു, ഞാനൊരു ശക്ക പുരട്ടി എടുത്തു. ഇതാണ് ചേച്ചിയുടെ അച്ഛൻ, എൻ്റെ ചിറ്റപ്പൻ. വിഷയമാണ് ഗൈസ്. ഐത്തണ്ണൻ വന്നേ, ഐത്തണ്ണനും വന്നു. ഇന്നലെ ഗോൾഡ് ചെയ്തത് ഇപ്പഴാണ് കളർ വന്നേ. ചുമ്മാ ചുമ്മാ ഇതാരാന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ആരല്ലോ വഴിന്ന് കളഞ്ഞു കിട്ടിയ സാധനമാണ്. എവിടെ കൊണ്ട് കളഞ്ഞ അറിയത്തില്ല. എങ്ങനെയുണ്ടായി കല്യാണം? ഒക്കെ എക്സ്പീരിയൻസ് ഓറ, എന്തോ ഫീലിംഗ് തോന്നുന്നേ പറ. ബൈ ദ ഹാർട്ട് എന്താണ് മനസ്സിൽ നിന്ന് തോന്നുന്നു? എൻ്റെ ഹർഷണ്ണൻ്റെ ചേച്ചി വാട്സാപ്പ് എന്തുണ്ട് ചേച്ചി എന്തൊന്നും മിണ്ടാത്തേ? എന്ത് ഹർഷണ്ണൻ? എന്ത് ഹർഷനെ പറ്റി എന്താ പറയാനുള്ള ചേച്ചിക്ക്? പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞു. ചോറൊക്കെ ഉണ്ട്, വേണ്ട ഇറങ്ങി. ഓ മൈ ഗോഡ്, വീഡിയോ കിട്ടി കറക്റ്റ് ടൈമിങ് കേട്ടോ. ഇതാണ് ഹർഷണ്ണന്റെ 2 മക്കളും. പേരെന്താടാ? അന്തരീഷ്. എൻ്റെ പേര് നീ അല്ലേ സ്കൂളിൽ ഭയങ്കര തല്ലിപ്പൊളിയാന്നൊക്കെ പറഞ്ഞ് നടക്കുന്നേ? സ്കൂളിൽ കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ കേൾക്കാറുണ്ട്. ഏനുണ്ടാ കമ്പനിയൊക്കെ ആയാലും ഇവിടെ വന്നിട്ട് എന്തോ വേണം. 2 പേരും എപ്പോഴും സോഷ്യലൈസ്ഡ് ആണ് സത്യമായിട്ടും. ഗൈസ് എല്ലാ സെറ്റപ്പാണ്. ഷർട്ടിട്ട് ഷർട്ടി പറഞ്ഞു മോനെ സ്വപ്നമൊന്നു തരുമോ?
വിജയല്ല. അപ്പോൾ ഗായ്സ് ഞങ്ങളുടെ പരിപാടി കല്യാണത്തിന് പോക്ക് ഇപ്പൊ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചാണ് ഞങ്ങളുടെ മഠത്തിലോട്ട് വന്നിരിക്കുന്നത് ഗൈസ്. അവിടെ എല്ലാരും എങ്ങനെയുണ്ട് പരിപാടി? എങ്ങനെ ഉണ്ടായിരുന്നു? വിഷയല്ലേ? സുജാച്ചാൻ എങ്ങനെ ഉണ്ടായിരുന്നു? കുഞ്ഞാ എന്തോ ഒന്നും പറയാതെ ആൻസൂപ്പി കളഞ്ഞായിരുന്നല്ലേ? കിട്ടി.